ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് ദീപാവലിയാണ് അല്ലേ? അതെ, ഇന്ന് ദീപാവലിയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ദീപാവലി നമുക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ദീപാവലി അടിപൊളിയാക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ലോഡ് സാധനം തേണ്ട ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഗതയൊക്കെ ഉണ്ട്, വെറൈറ്റി ഐറ്റം. എല്ലാരും പൊട്ടിച്ച് തീർന്നിട്ട് നമ്മൾ പൊട്ടിക്കാം അല്ലേ? അതിന്റെ ഒരു സന്തോഷം പറയണം. ആരും ഉറങ്ങാൻ പാടില്ല. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഐറ്റംസ്. ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക, എക്സ്പ്ലെയിൻ. ഇതാണ് ഗത. ഇത് ഒത്തിരി ഐറ്റം ഉണ്ട് കേട്ടോ. എനിക്ക് പേരറിയാൻ എനിക്കറിയത്തില്ല. ഇത് കമ്പിത്തിരിയാണ് കേട്ടോ. ഇത് വലിയ തിരി. കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യമൊക്കെ മേടിച്ച തിരി പെട്ടെന്ന് തീർന്നുമില്ലേ? അതുകൊണ്ടൊരു മുതുക്ക് തിരി മേടിച്ചിട്ടുണ്ട്. ഇത് സ്കൈ ഷോട്ട്. അതായത് സൂര്യകാന്തി പോലെ വിടരും പൊട്ടി. ഇതൊരു സൈസ് മയില് കുയില് പോലത്തെ ഒരു സാധനമാണ്. ഇത് കത്തിക്കുമ്പോഴത്തേന് വിടർന്നു വരും. ഇത് സ്കൈ ഷോട്ട് 30 ഷോട്ടുള്ളത്. പിന്നെ ഇത് എന്തൊരു ചിന്നക്കുട്ടി. അതായത് ഇത് വയലറ്റ് കളറിൽ വരും. ഇത് സാധനം കത്തിയിട്ട് കുട്ടിയാണ് അതേണ്ടേ. ഇത് പൊട്ടുന്ന ഒരു സൈസ് ആനയാണ്. ഇതൊക്കെ എങ്ങനെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്തായാലും നമുക്ക് നോക്കാം. അങ്ങനത്തെ കുറെ വെറൈറ്റി ഐറ്റംസ്. ഇതെന്താ വെച്ചത്? പാമ്പുളിയേ? ടോമാഞ്ചെറിയോ? ഇതെല്ലാം കൂടെ മേടിച്ചപ്പോ ഫ്രീ വന്നേ കേട്ടോ സാധനം. ഇതൊരു സൈസ് പന്ത്. അന്ന് എടുത്തേച്ചത്, ഒന്ന് ഊരി എടുത്തത്. ഇതൊരു സൈസ് പന്തായിട്ട്. ഇത് എങ്ങനെയൊക്കെ പൊട്ടി വരുമെന്നാ പറഞ്ഞു. ഇത് പൊട്ടിയിട്ട് എന്തൊരു ഏറിയെന്ന് കറങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കിടന്ന് പൊട്ടുമെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഉണ്ണി ഇന്ന് കത്തും. ഇന്ന് തലമണ്ടൊക്കെ കത്തും. എന്നിട്ട് തല എന്താ കറ്റിലെടുത്ത് വെച്ചേക്കുന്നത്. അനു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സമാധി ആവണം. ഓക്കെ മുത്തമ്മ, കരി നമ്മളെല്ലാരും ഇന്ന് മിൽക്ക് മേഡോ. എടി, എനിക്ക് പേരൊന്നും അറിയത്തില്ല. ഈ സാധനം ഉണ്ടല്ലോ, ഇത് 3D കളറിൽ പൊട്ടും. അതായത് 3D എഫക്റ്റിൽ പൊട്ടും മുക്കാണ്ടക്ക്. അതായത് കണ്ട, ഇത് 5 കളറിൽ പൊട്ടും. പെണ്ണ ഒന്നും എടുത്ത് എറിയല്ലേ, അത് പൊട്ടും. അങ്ങനെയൊക്കെ ചെയ്താ കോളേജിൽ പോണോ? ഇതൊരു സൈസ് പന്താണ് കേട്ടോ. ഇതെന്തോടെ ഇല്ല, ഇത് കത്തിച്ചിട്ട് എറിയണം. ഇത് എറിയാനുള്ള പന്ത്. പിന്നെ എന്തിനാ എറിയാന്? ഇല്ല, ഇത് എറിയണം. ഇല്ല, കത്തിച്ചെറിയാനുള്ളതാ ഇത്. പിന്നെ പന്ത് എന്തിനാച്ചാ കത്തിച്ചെറിയാനല്ലേ? ഇല്ലേ, അവിടെ വെക്കുമ്പോഴത്തേനെ കറങ്ങും. വേണ്ടേ പന്ത്? വേണ്ടേ? ഇതൊരു സൈസ് ഹെലികോപ്റ്റർ ആണ്. ഇത് കത്തിക്കുമ്പോഴത്തേനും ഇങ്ങനെ ആകാശത്ത് പോയി ഇന്ന് കറങ്ങും. പറന്നങ്ങ് പോവും. അങ്ങനത്തെ കുറച്ച് ഐറ്റമാണ്. ഇത് ഇത്ര 150 രൂപ എന്തോ വിലയുള്ള സാധനം. ഇത് ചെറിയ ഐറ്റം കേട്ടോ. ഇത് കുഞ്ഞതാണ്. ഓലപ്പടക്കം തന്നെ ഒരു 2 ഐറ്റം മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു ഓലപ്പടക്കം, പിന്നെ മുതുക്ക് സൈസ്. സൗണ്ട് പോരാന്ന് തോന്നുവാണെങ്കിൽ ഇതെടുത്ത് പൊട്ടിക്കാം. ഇതിലും സൗണ്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ടേ ബോംബുണ്ട്, ഇത് പൊട്ടിക്കാം. ഈ കളർ മുക്കുറ്റികളാണ്. മുക്കുറ്റിയോ? അത് പൂവല്ലേ? മുക്കുറ്റിയോ? ഇത് ഇല്ല, മറ്റേ പൂത്തിരിന്റെ ഐറ്റം. ഇത് ഈ കളർ വരുമെന്നാണ് പറഞ്ഞത്. ഈ ഇരിക്കുന്ന കളർ, അതിന്റെ അകത്തിരിക്കുന്ന കളറല്ലേ? പച്ച കളർ കത്തിക്കുകയാണെങ്കിൽ പച്ച കളർ. അങ്ങനെ കളർഫുൾ പൂത്തിരികൾ. അതെ. പിന്നെ ബോംബുണ്ട്. പിന്നെ ഇത് നിലച്ചക്രം കേട്ടോ. ഇത് രസമാണ് കേട്ടോ. ഇത് വെറൈറ്റി നിലച്ചക്രം. അതായത് ഇങ്ങനെ വെച്ച് കത്തിക്കാൻ, ഇങ്ങനെ വെച്ച് കത്തിക്കണം. അതായത് ഇങ്ങനെ ഈ കയ്യിൽ കറങ്ങും. പക്ഷെ ഒരു കാരണവശാലും ഇങ്ങനെ വെച്ച് കറക്കരുത്, കണ്ണി തെറിക്കും. പിന്നെ ഇത് നാടൻ വാണമാണ് കേട്ടോ. ഇത് മണ്ടയിൽ പോയി പൊട്ടുന്ന നാടൻ വാണം. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മാലപ്പടക്കം ഉണ്ട് കേട്ടോ. ഇത് ബർത്ത്ഡേക്ക് മേടിച്ചതിന്റെ ബാക്കിയാണ് കേട്ടോ സാധനം. ഇതുണ്ട്. ഇത് പൊട്ടുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. ഇതാണ് ഐറ്റം. ഇത് ഞാൻ കാണിച്ചായിരുന്നോ? തോറിന്റെ ഹാമർ. ഇതെങ്ങനെയാ പൊട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഇതാണ് ഐറ്റം. ഇത് ഇങ്ങനെ പിടിച്ച്, എനിക്കൊന്ന് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കണം തലയ്ക്ക്. പിന്നെ ഹാമർ വെച്ച് അടിക്കല്ലേ ചെയ്യണം. ഇത് ഞാൻ കത്തിച്ച് അച്ഛന്റെ തലയ്ക്ക് ഇന്ന് പൊട്ടിക്കും. ഈ സാധനം ലാസ്റ്റ് ആട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ. സമാധി. ഓക്കെ ഗൈസ്, സമയമില്ല കേട്ടോ, നമുക്ക് പൊട്ടിക്കാം. ഗൈസ്, മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. മഴയല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമിട്ടിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഹാപ്പിക്കുട്ടനെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. ഹാപ്പിക്കുട്ടന് പേടിയാണല്ലോ, അവന് പറ്റത്തില്ല, പടക്കം പൊട്ടിക്കുന്ന പേടിയാ. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഇതെന്തുവാ കാണിക്കുന്ന? ശ്വാസം മുട്ടി ചാവട്ടെ. വേണ്ട, അതിനകത്ത് കുരുവി ഉണ്ടോ? ചത്തു. പെണ്ണ, ഇത് പാറ പൊട്ടിക്കുന്ന സാധനമോ? പണ്ട് അച്ചാച്ചനൊക്കെ എടുത്തോണ്ട് പോയിരുന്നു പൊട്ടിക്കാൻ. കാണാം, ഇങ്ങോട്ട് വാ.
ഡേഞ്ചർ ഒന്നും അല്ല, ഇതൊക്കെ രസമല്ലേ. പൊന്നോ, ആ പച്ച നിറത്തിലുള്ള പുത്തിരിയോ, വെറൈറ്റി. എടേ ഫുള്ള് സ്മോക്കായിടേ ഇവിടെ. ആരെ കാണുന്നില്ല, ഫുള്ള് പോകാം. ഒരു കുണ്ടെടുത്ത് അതിനകത്തോട്ട് പോയി. അയ്യോ, ഞാൻ പൊട്ടുന്ന കുണ്ടെടുത്ത കാലിന്റെ വെച്ച് ഫോട്ടോ എടുത്ത നേരത്താ. അതിൽ ഞാൻ അറിഞ്ഞ ഇത്ര പവർ ഉണ്ടത്. പൊട്ടി ചത്തുപോയി നീ. ഞാൻ ഒന്നും കാണുന്നില്ലേ, മൊത്തം പുകയുടെ. ഇപ്പുറത്തെ തള്ള, ഞാൻ ഇപ്പൊ ചത്തേരേ. അടുത്ത നമ്മള് മയിൽപ്പീല് കത്തിക്കാനായിട്ട് പോവാട്ടോ. ഇതെങ്ങനെ കത്തിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ തോന്നുന്നു കത്തിക്കുന്ന ഫയർ ഹീറർ എന്നാ കൊടുത്തേക്കുന്നത്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. സൂപ്പർ സാധനമായിരുന്നു, അടിപൊളിയായിരുന്നു. അടുത്തത് മയില്, അടുത്ത കുരുവി അല്ലേ? ഇത് ചെറിയ എന്തോ ഞുണക്കൊരു ഐറ്റം. ഇത് നിനക്ക് പൊട്ടിക്കാം, കുഞ്ഞുതാ. വെച്ച് പൊട്ടിക്കുന്ന സാധനം. ഇത് എന്തൊരു ഐറ്റം എന്ന് അറിയത്തില്ല, നോക്കാം. അത്രേ ഉള്ളു. ഞടുവിടാ പോകുന്ന കൊള്ളല്ലേ അത് ബോംബൊന്നും അല്ലത്. ജസ്റ്റ് ആ മുണ്ടായിട്ട് എന്റെ തലയിൽ പിടിച്ച് മൊത്തം പിടിച്ച്. അച്ഛാ നെക്സ്റ്റ് ഐറ്റം എടുത്തിട്ടാ, അടുത്ത ഐറ്റം ഒന്നുകൂടി ഇരിക്കുക. മാറിയില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കേട്ടാ. അത് കുഴപ്പമില്ലായിരുന്നു. അച്ഛ ഓടുന്ന അടുത്ത നമുക്ക് കുട്ടിയാനെ പൊട്ടിക്കാം. കുട്ടിയാനെ തലയിൽ നിന്ന് എന്തെങ്കിലും സാധനം ഇറങ്ങി വരും കേട്ടോ. പൊട്ടിക്കുന്നോ? ഞാൻ പൊട്ടിക്കട്ടെ അച്ഛാ. ഇത്
അപ്പൊ നമ്മള് ആന പൊട്ടിക്കാനായിട്ട് പോവാണ്. ആന പൊട്ടിയത് പക്ഷെ അത്രയ്ക്ക് പൊട്ടിയതായില്ലല്ലേ? മയിലായിരുന്നു ഇവിടെ കുറച്ചുകൂടെ. ആ ആന അത്ര അങ്ങോട്ട് പെർഫോം ചെയ്തില്ല കേട്ടോ. അത് സൂപ്പർ. അത് കൊള്ളാം. ഇത് ഒരു സൈസ് പാവയാണ് കേട്ടോ, പർപ്പിൾ കളറിൽ കത്തുന്ന ഒരു പാവ. ഇപ്പൊ മൂത്തമ്മയായത് ഇതെന്റെ പർപ്പിള് കത്തൂന്ന്. ഇത് ആ ഒരു ടൈപ്പാണ് കേട്ടോ. എടേ ഇതിന്റെ അകത്ത് എടേ മത്താപ്പടെ ഇതിനകത്ത്. ഇത് ചുമ്മാ ഒരു പടം. ആ മത്താപ്പാണ് കേട്ടോ ഇത് വലുത്. ഈ സാധനത്തിന്റെ പേര് എനിക്ക് അറിയായിരുന്നു, മറന്നുപോയി. ഇത് ഡോറയുടെ വേറൊരു റൈറ്റോ, പക്ഷെ മലയുടെ കൊണ്ടേ പോകത്തില്ല, വേറെ റൈറ്റോ ആണിത്. അത് ഭയങ്കര കളർഫുൾ ആയിരുന്നു, സൂപ്പർ സാധനമായിരുന്നു. ആനയൊന്നും അല്ലായിരുന്നു ഇത് സെറ്റായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടേ അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടാണ്. ഞാൻ എല്ലാവർക്കും ഒരു മോഡൽ കാണിച്ചു തരാം. ഞറുവും തല ഊക്കി തുടങ്ങി പിടിച്ചേ. അത് കളഞ്ഞേ ഓടുന്നേ. എടേ പിടിയടി, വിടല്ലേ അങ്ങനെ പിടിച്ചോ. അത് ലാസ്റ്റ് പൊട്ടു, അത് പൊട്ടുപടി, അത് ലാസ്റ്റ് പൊട്ടുന്നേ. അത് സെറ്റ് ഒമ്മേ പവർ കൂടിയാ. അടുത്ത ഐറ്റം ഗത കേട്ടോ, ഗത തോറ്. ഞാൻ പൊട്ടിക്കാം. കോട്ടയുടെ ശക്തി എന്നിൽ ആവാഹിക്കൂ. അങ്ങനെ പിടിക്കല്ലേ. ഞാനിത് മൂത്തിങ്ങനെ വെച്ചപ്പോ 5-6 മഴ തലേരി. നീ എന്തുവാടാ തീ തിന്നാൻ പോന്ന? ടിട്ടോ പന്തുകൾ ഇവനാട്ടോ ഇതുണ്ടാക്കിയത്. ഇത് പൊട്ടിച്ചപ്പോ ഇവന്റെ പല്ലൊക്കെ പോയി. പല്ലൊന്നുമില്ല ഇപ്പൊ. എന്തിനാ നോക്കാം കേട്ടോ, ഇതെന്തൊരു ഐറ്റം ഒന്നും അറിയത്തില്ല. പൊട്ടുന്നതാണ്. വെച്ച് പൊട്ടിക്കച്ചാ. എല്ലാരും ഒന്ന് സൂക്ഷിക്കട്ടെ, ഇത് ബോംബാ. ഓക്കെ, എല്ലാരും അങ്ങോട്ട് നിന്നോളൂ. ഇതെന്തൊരു ഐറ്റം ഒന്നൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇത് കറങ്ങണ സാധനം വരുന്നില്ലേ? നടുക്ക് വെച്ചാൽ മതിയായിരുന്നു. ഞാൻ ചേച്ചി പൊട്ടുന്നല്ലായിരിക്കും. ഇത് അടുത്ത നമ്മള് ഹെലികോപ്റ്റർ എത്തിക്കാൻ പോകട്ടോ. ചിഹ്നം വേണം. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ. യു
ഓർഡർ. ആ ഓക്കെ ഓക്കെ. അത് മണ്ടേ പോയില്ലേ, സൂപ്പറായിരുന്നു. ഹെലികോപ്റ്റർ സെറ്റ് സാധനം കേട്ടോ, ഇത് കിണ്ണ സാധനം കേട്ടോ ഇത്. മണ്ടേ പൈലറ്റ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ട്, അത് ഇങ്ങനെയൊക്കെ നടക്കട്ടെ. അതാ ഇത് നാടൻ പാണാണ് കേട്ടോ, ഇത് എങ്ങോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഇതിന്റെ പേര് സൂര്യകാന്തി എന്നാട്ടോ. അതായത് ഇത് മണ്ടേ ചെന്നിട്ട് സൂര്യകാന്തി പോലെ വിടർന്ന് നിൽക്കും, ചെറിയൊരു മണമൊക്കെ വരും സൂര്യകാന്തിന്റെ. അത് തക്കൂടി കഴിച്ചിട്ട് ഒരു ബഹുമാനമൊക്കെ കാണിക്കാനോട്. കിടില വരുന്നല്ലേ ഇവിടെ സാധനം, സൂപ്പർ സാധനം വരുന്നേട്ടാ. അല്ല സൂര്യകാന്തിക്ക് മഞ്ഞ കളറല്ലേ, ചുമന്ന സൂര്യകാന്തി. എന്തല്ലേ സൂപ്പർ ആയിരുന്നു, അതെങ്ങനെ സൂപ്പർ ആയിരുന്നല്ലേ. 550 രൂപയായിരുന്നു അതിന്. ആ അല്ലേ. ആ നല്ലോണം പൊട്ടിയില്ല, നാറി. 250 രൂപ കൊടുത്ത. രണ്ടുപേരോട് ഒരുമിച്ച് മതി കേട്ടോ നാടൻ വേണം. ഇനി ഒരു വർഷം നമ്മള് ഇതണക്ക് പൊട്ടിക്കാൻ പറ്റിയില്ലേ, അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. ദീപാവലിക്ക് ഇത്രയും വർഷത്തിൽ നമ്മൾ പൊട്ടിക്കാതിരുന്ന കഴിഞ്ഞ വർഷം മാത്രമേ ഉള്ളൂ. യവന്മാരെ കൊച്ചുനാളി മുതൽ നമ്മള് നിങ്ങളെല്ലാരും നമ്മള് ഏറ്റവും കൂടുതൽ പടക്കം മേടിച്ച് പൊട്ടിക്കുന്നത് നമ്മള്. ഞാൻ ഇനി എന്തിനു എത്ര പട്ടിണിയാന്ന് പറഞ്ഞാലും ശരി പൊട്ടിക്കണം. അത് വേറെ കാര്യം. പടക്കം നമ്മുടെ വീക്കുന്നത് എന്റെ ഫ്ലോപ്പായുടെ കിടന്നൊക്കെ മെഴുകുവാന്നല്ലോ. എന്തിനാ ഇത്? അയ്യേ അട്ടർ ഫ്ലോപ്പായി പോയടാ അത്. അയ്യേ ഏതാ തോന്നെ ഇഷ്ടപ്പെട്ട? മേളിൽ പോയി പൊട്ടുന്ന സ്കൈ ഷോട്ട്, മറ്റേ ചുമന്ന. എനിക്കൊന്ന് നമ്മള് മേടിച്ച ഫ്ലോപ്പ് ആയത്
മാലപ്പടക്കവും ഫ്ലോപ്പായി, പിന്നെ ആനക്കുട്ടിയും വലിയ രസമല്ലായിരുന്നു. ആനക്കുട്ടി ഇതായി. മാലപ്പടക്കം ഒട്ടും പൊട്ടിയില്ലടേ, അത് ഭയങ്കര ഫ്ലോപ്പായി പോയി. ബിറ്റായിരുന്നില്ലേ, ഇരുന്നും കിടന്നും ഒക്കെ ആയിരുന്നു പൊട്ടിച്ച. അങ്ങനെ നമ്മുടെ ദീപാവലി നമ്മൾ അടിച്ച് പൊളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ പ്രാവശ്യം ദീപാവലി പറഞ്ഞല്ലോ ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോയി, ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റുന്ന ഒരു സംഭവമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ദീപാവലി നമ്മൾ കിടിലായിട്ട് ആഘോഷിച്ചു, എല്ലാം പൊട്ടി. മാലപ്പടക്കം മാത്രം ചീറ്റിപ്പോയി, കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. പിന്നെ പൈസ ഭയങ്കര കുഴപ്പമില്ല. ഒരു 250 എത്ര മാലപ്പടക്കം എത്ര 300 ഞാൻ പറയും, ചീറ്റിയിട്ട് ഞാൻ പറയും 300 ആനക്കുട്ടി 300. അത് 300, അത് ആനക്കുട്ടി പൊട്ടിയല്ലോ, അത് ഞാൻ സഹിക്കാം. പക്ഷേ മാലപ്പടക്കം അങ്ങനല്ല, മാലപ്പടക്കം വളരെ ഫ്ലോപ്പായി. അതുകൊണ്ട് ഇനി കുറച്ച് സാധനം കൂടെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഇന്ന് ഓലപ്പടക്കം അങ്ങനത്തെ 2-3 ഐറ്റം ഉണ്ട്, അത് ഇനി നമുക്ക് നാളെ പൊട്ടിക്കാം. അപ്പൊ അത്രയുള്ള ഈ വീഡിയോ സൂപ്പർ അല്ലായിരുന്നു. അപ്പൊ അത്രയുള്ള ഈ വീഡിയോ. ഹോപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇനി വെറൈറ്റി വീഡിയോ. ബൈ.